ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവായ മദേഴ്സിനുണ്ടാവുന്ന പ്രഗ്നൻസിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ നെഗറ്റീവിൽ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് എന്നുള്ള വിധത്തിൽ വരാം. ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മദർ നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവ്, RH പോസിറ്റീവും ആണെങ്കിൽ അവർക്കുണ്ടാവുന്ന കുട്ടികൾ പോസിറ്റീവ് ആകാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ഗർഭത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. അപ്പം ഇതിലെന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ RH പോസിറ്റീവായിട്ടുള്ള ഒരു കുട്ടീനെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ ആ കുട്ടിയുടെ RBC പോസിറ്റീവ്, RH ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരിക്കും. ആ RBC മദറിൻ്റെ സർക്കുലേഷനിലേക്ക് കയറുമ്പോൾ മദർ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് പ്രഗ്നൻസി, സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ ഈ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് തീരെ കുറവായിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന പ്രഗ്നൻസിയിൽ, മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ പ്രഗ്നൻസിയിൽ ഈ ആൻറ്റിബോഡിയുടെ അളവ് കൂടുതലായിട്ട് വരും. ഇപ്പോൾ RH പോസിറ്റീവായിട്ടുള്ള മൂന്നാമത്തെ കുട്ടിയുടെ ഗർഭധാരണം നടക്കുന്ന സമയത്ത് ആ കുട്ടിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള RBCs മെറ്റേണൽ സർക്കുലേഷനിൽ കയറിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു സെൻസിറ്റൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ അമ്മയുടെ ആൻറ്റിബോഡി സിസ്റ്റം കൂടുതലായിട്ടും ആൻറ്റിബോഡികൾ ഈ റെഡ് ബ്ലഡ് സെൽസിന് എതിരായിട്ട് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡികൾ ഫീറ്റൽ സർക്കുലേഷനിലേക്ക് വന്നിട്ട് ഈ കുട്ടിയുടെ RBCകളെ നശിപ്പിക്കും. ഇപ്പോൾ RBCകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അനീമിയ ഉണ്ടാകും. ഈ നശിപ്പിക്കുന്നത് കൂടുതലായിട്ട് വന്നാൽ കുട്ടിയുടെ ലിവറിനും സ്പ്ലീനിനും എല്ലാം തകരാറ് സംഭവിക്കും. അതിനൊക്കെ വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്ക് ജോണ്ടിസ്, ഡെലിവറിക്ക് അപ്പുറം ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്ക് അനീമിയ ഉണ്ടാകും. കുട്ടി കിടക്കുന്ന കുട്ടിയുടെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്, പിന്നെ വയറ്റിലും ലങ്സിലും എല്ലാം ഫ്ലൂയിഡ് നിറയുക. ഈ അവസ്ഥേനെയാണ് ഫീറ്റൽ ഹൈഡ്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രീം കണ്ടീഷൻസിൽ കുട്ടി ഉള്ളിൽ മരിച്ചു പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ RH സെൻസിറ്റൈസേഷൻ വന്നിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഒരു RH നെഗറ്റീവ് മദറാണെങ്കിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ICT എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്തു നോക്കും. ഇൻഡയറക്റ്റ് കൂൺസ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ അമ്മയിൽ RH നെഗറ്റീവിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ളതാണ്. ആ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ ടെസ്റ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിക്ക് ബാധിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ICT ടെസ്റ്റിൻ്റെ റിപ്പീറ്റ് ചെയ്യും. അതിൻ്റെ ആൻറ്റിബോഡിയുടെ അളവ് കൂടുകയാണോ എന്താണെന്നുള്ളത് ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ഫീറ്റൽ മോണിറ്ററിങ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിനെ നോക്കുന്നത്. പക്ഷേ ഈ ആൻറ്റിബോഡി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ 28 വീക്സ് ടു 32 വീക്സിൽ മദറിന് ഒരു ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ, ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അമ്മയ്ക്ക് ഒരു ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുക്കും. ഈ ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി അമ്മയിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിലെല്ലാം ഈ കൂടുതലായി വരുന്ന RH നെഗറ്റീവ് പോസിറ്റീവിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെ ഇത് പ്രസവത്തിൽ മാത്രമല്ല, അബോർഷൻ കഴിഞ്ഞാലും, എക്ടോപിക് പ്രഗ്നൻസി ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാലും, പ്രഗ്നൻസി സംബന്ധമായ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ആൻറ്റി-D ഇഞ്ചക്ഷൻ RH നെഗറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമുക്ക് ഈ RH സെൻസിറ്റൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ RH നെഗറ്റീവ് ആയിട്ടുള്ള
സ്ത്രീകളാണെങ്കിൽ ഗർഭസമയത്ത് അത് പ്രത്യേകിച്ചും ഡോക്ടറോട് പറഞ്ഞ് ഈ ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും കൊച്ചു പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റി-D ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സബ്സിക്വൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസികളിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യണം.